അവിടെ കായൽ എത്തിയിട്ടോ. കായൽ നമുക്ക് ജസ്റ്റ് എത്തിയിട്ടുണ്ട്. നേരെ കാണുന്ന റിസോർട്ടാണ്. അപ്പുറത്ത് കാണുന്നതൊരു പാസ്പോർട്ട് ടെർമിനലാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇവിടെ ഈ തോടിൻ്റെ കരകളിലുള്ള ജനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ തോട്ടിലെ വെള്ളം തന്നെ. ഇപ്പോൾ തോട്ടിലെ വെള്ളമാണെങ്കിൽ പഴയ പോലെ ഒന്നുമില്ല, ആകെ മാലിന്യമായിട്ട് കിടക്കുകയാണ്. ജസ്റ്റ് നോക്കിയാൽ കാണാം. ചൂണ്ടയിടാനാണെങ്കിലും നമ്മൾ വന്നു കഴിഞ്ഞാൽ അധികം മീനൊന്നും ഇപ്പോൾ ഇല്ല പണ്ടത്തെ പോലെ. നമുക്കിനി ഈ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് പോവാം. ഇതുവഴി നമുക്ക് സൈക്കിൾ പോവാം, നടന്നു പോകും, പിന്നെ ബൈക്കുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹൗസ് ബോട്ട് ബിൽഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു 4-5 ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയത് തോന്നുന്നുണ്ട്. ഈ കാണുന്നതാണ് കരുമാടിത്തോട്. കരുമാടിത്തോട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ തോട് എന്ന് പറയുന്നത് നമുക്ക് കൊല്ലത്തേക്ക് പോകണമെങ്കിൽ ഈ തോടിലൂടെ നമുക്ക് പോവാം. പണ്ട് ഇവിടുന്ന് സർവീസൊക്കെ ഉണ്ടായിരുന്നത്, KSRTC സർവീസൊക്കെ ഉണ്ടായിരുന്ന തോടാണ് ഈ കരുമാടിത്തോട് എന്ന് പറയുന്നത്. പിന്നെ എന്തോ കാരണം കൊണ്ട് ഒരു 4-5 കൊല്ലം 7-8 കൊല്ലം അത് തന്നെ ഒരു 8-10 കൊല്ലം മുന്നേ ഈ വഴി സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതുവഴി ഹൗസ് ബോട്ട് മാത്രമേ പോകുന്നുള്ളൂ. SWTCൻ്റെ അവർക്ക് നഷ്ടം വന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ സർവീസ് ഇല്ലാത്തത്. അതിൽ സർവീസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഹൗസ് ബോട്ട്. ഇതുവരെ ഇടയ്ക്കിപ്പോൾ ഹൗസ് ബോട്ട് പോവും, പിന്നെ ഓരോ വീട്ടുകാരുടെ വള്ളങ്ങളുണ്ട്, അവർ പോവും. അല്ലാതെ ഇപ്പോൾ വലിയ ജലഗതാഗതമൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഹോബീസ് എന്ന് പറയുന്നത് 1 നെൽകൃഷി, 2 മത്സ്യകൃഷി, 3 താറാവ് കൃഷി. ഈ 3 കാര്യങ്ങളാണ് ആലപ്പുഴ ജില്ല കുട്ടനാടൻ പ്രദേശങ്ങളിലെ മെയിൻ കൃഷി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വ്യൂ ആണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞാനീ പോകുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിൽ തോട്, റൈറ്റ് സൈഡിൽ പാടി. ഈ കാണുന്ന സ്ഥലമൊക്കെ വൈകുന്നേരം നമുക്ക് വന്നിരിക്കാൻ അടിപൊളിയാണ്. ഞാനിവിടെ ഒരു 6 മണി വരെയൊക്കെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. എന്നിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ നമ്മൾ പോകും.
കടലാടി വ്യൂ. ഇവിടെ പിള്ളേർ പട്ടികളെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. പിന്നെ ഈ കാണുന്ന തോട്ടിൽ തന്നെ കേട്ടോ ഇവിടെ ഉള്ളവർ തുണി അലക്കുന്നതൊക്കെ. ചിലവർ കുളിക്കും, തുണി അലക്കും. പുറത്തു നിന്നുള്ളവരൊക്കെ ഇവിടെ ചിലപ്പോൾ ഇറങ്ങിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് ശീലമാണ്. അത്ര ക്ലാരിറ്റി വെള്ളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷെ നമ്മളത് ശീലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ കാണുന്ന അപ്പുറത്ത് കാണുന്ന റോഡിലേക്ക് കറങ്ങി വരണം. കരുമാടി തോട് കഴിഞ്ഞ് കരുമാടി പാലമുണ്ട്, അത് കയറി വരണം. ഇവിടെയൊക്കെ കടകൾ കുറവാണ്. ഇവിടെ ഉള്ള മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് കരുമാടിയാണ് മെയിൻ ജംഗ്ഷൻ. അവിടെയാണ് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ജസ്റ്റ് നേരെ പോകുന്നത് കരുമാടി യു പി സ്കൂളോ എൽ പി സ്കൂളോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതായത് ഇതിൻ്റെ അടുത്തൊരു ചാപ്പലല്ല പള്ളി. അതിൻ്റെ തൊട്ടടുത്തൊരു കോൺവെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അവരുടെ തന്നെ എൽ പി സ്കൂളാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ സ്കൂള് വർക്ക് ചെയ്യുന്നില്ല, അത് പൂട്ടിപ്പോയെന്ന് തോന്നുന്നു. ഈ റോഡിന് പറയുന്നത് മുക്കവലക്കൽ കരുമാടി റോഡ് എന്നാണ്. അത് തന്നെ ഈ സ്കൂളാണ് സെൻറ്റ് നിക്കോളാസ് LP സ്കൂൾ കരുമാടി. ഈ ഇപ്പുറത്ത് കാണുന്ന പള്ളിയാണ് സെൻറ്റ് നിക്കോളാസ് പള്ളി. ഈ ചർച്ചാണ് സെൻറ്റ് നിക്കോളാസ് ചർച്ച്. ഇവിടെ ഇടയ്ക്ക് വള്ളംകളിയുടെ വള്ളമൊക്കെ കൊണ്ടിടാറുണ്ട്. പട്ടിക്കൂട്ടൻ അടുത്ത ഹൗസ് ബോട്ട് വരുന്നുണ്ട്.